കെ.ജി. കമലേഷ് ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ശമ്പളം മുഖ്യമാണ്. അതിനുവേണ്ടി ചെയ്യുന്ന ജോലി മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്ന ഈ അധിക്ഷേപ പരാമർശം. അധിക്ഷേപം എന്നുള്ളത് അവകാശമായിട്ട് കൊണ്ടു നടക്കുകയാണ് മാധ്യമപ്രവർത്തകർ. സാധാരണ ജനങ്ങളിൽ നിന്ന് വിട്ട് ഈ പ്രത്യേകിച്ച് യാതൊരു വക അവകാശവും ഇവർക്കൊന്നും ഇല്ല എന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ല. നടപടി ഇതാണോ നടപടി എന്നാണ് ഇപ്പോൾ CPI, RJD, NCP പോലുള്ള കക്ഷികളൊക്കെ ചോദിക്കുന്നത്. ഇന്നലെ ബിനോയ് വിശ്വം രാത്രി PS സ്മാരകത്തിൽ നിന്നും പട്ടം ഇറങ്ങുമ്പോൾ മുഖത്തൊരു ആശ്വാസമുണ്ടായിരുന്നു. ഇങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളത് ആ പാർട്ടിയുടെ ഗതികേടാണ് കാണിച്ചത്. ഒരുപക്ഷേ ഇന്നലെ രാത്രി ആ നടപടി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിയമസഭയിൽ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് അവർ രാവിലെ പാർലമെന്റ് പാർട്ടി യോഗം ചേർന്ന് തീരുമാനമെടുക്കാൻ നീക്കം നടത്തിയിരുന്നു. അതായത് ഞങ്ങൾ നിയമസഭയിൽ ആഭ്യന്തര വകുപ്പിന്റെ ചോദ്യം വരുന്നാൽ പിന്തുണയ്ക്കില്ല, സ്വതന്ത്ര നിലപാടെടുക്കും എന്നുള്ള നിലയിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ കെ.ജി. കമലേഷേ, ഒരു കാര്യം കേട്ടോളൂ. റവന്യൂ വകുപ്പ് മന്ത്രിയാണ് നിങ്ങളുടെ വ്യാജ വാർത്തയ്ക്കെതിരെ അന്ന് എനിക്ക് ആദ്യം മറുപടി തന്നത്. കാരണം മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ എക്സ്പെൻഡിച്ചറും എക്സ്പെൻസും തിരിച്ചറിയാതെ നിങ്ങളുടെ ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഷാജഹാൻ കാളിയത്ത് ഒരു വാർത്ത ചെയ്തു. എന്ന് വെച്ചാൽ കോടതിയിൽ എക്സ്പെൻഡിച്ചർ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ എക്സ്പെൻഡിച്ചർ അല്ല, അത് എസ്റ്റിമേറ്റ് ആയിരുന്നു എന്നുള്ളത് മനസ്സിലാവാതെയല്ല, നിങ്ങൾക്കും മനസ്സിലായി. നിങ്ങൾ ആ വാർത്ത ഇട്ടോടി. നാണക്കേടാണ്. നിങ്ങളോട് ആരും പറയുന്നില്ല, നിങ്ങളെ ആരും പരിഹസിക്കുന്നില്ല എന്ന് വെച്ചിട്ടല്ലേ നിങ്ങൾ ഈ വർത്താനം പറയുന്നത്. അത് CPIക്ക് എതിരെയുള്ള ഒരു വാർത്തയായിരുന്നു. CPIയുടെ നിങ്ങളുടെ സ്നേഹം അത് കൊള്ളാം. എന്തായാലും ഷാജഹാൻ കാളിയത്തിന്റെ വാർത്ത ഒന്ന് കാണേണ്ടതാണ്. ദുരന്തം നേരിടാനുള്ള മെമ്മോറാണ്ടത്തിലെ കണക്കുകളെ കുറിച്ചുള്ള വിവാദം മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയായി. റവന്യൂ മന്ത്രി കെ രാജൻ സഹായം ആവശ്യപ്പെട്ടുള്ള ഇത് രാഷ്ട്രീയ വിഷയമായി ഏറ്റെടുക്കുന്ന സാഹചര്യത്തിലാണ് റവന്യൂ മന്ത്രി തന്നെ ക്യാബിനറ്റ് യോഗത്തിൽ വിശദീകരിച്ചത്. സാധാരണ നിലയിൽ മറ്റ് സംസ്ഥാനങ്ങൾ മെമ്മോറാണ്ടം നൽകുന്ന മാതൃക തന്നെയാണ് കേരളം ഇതിലും പിന്തുടർന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ കുറെ നാളുകളായി, വർഷങ്ങളായി പല പ്രകൃതി ദുരന്തങ്ങളിലും കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ച മെമ്മോറാണ്ടത്തിന്റെ മാതൃക ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാതൃക STMA മാതൃക. കമലേഷ്, മനുഷ്യനാണെങ്കിലും ഒന്ന് കേൾക്കാം. നിങ്ങൾ തന്നെ കൊണ്ടുവന്ന, നിങ്ങളുടെ ഷാജഹാൻ കാളിയത്ത് കൊണ്ടുവന്ന വാർത്ത പിന്നീട് നിങ്ങൾ പറയുകയാണ്, കമലേഷ് പറയാണ് മെമ്മോറാണ്ടാണെന്ന്. അപ്പോൾ മെമ്മോറാണ്ടം ആയിരുന്നില്ലേ മുമ്പ്? അറിയാണ്ടല്ല, വേണമെന്ന് വെച്ച് ഗൂഢാലോചന നടത്തിയതാണ്. അതിനെയാണ് വ്യാജ പ്രചാരണം എന്ന് പറയുന്നത്. അതിനാണല്ലോ നിങ്ങൾക്ക് കാശ് തരുന്നത്, അതിനാണല്ലോ നിങ്ങൾ ശമ്പളം മേടിക്കുന്നത്. ഇനി ഇതാദ്യം പറയണത് കമലേഷ് ഒന്ന് കേക്ക്, കുറച്ച് നാണുണ്ടെങ്കിലും ഒന്ന് കേക്ക്. ദുരന്തത്തിൽ സർക്കാർ ചെലവിട്ട തുകയുടെ കണക്കുകൾ പുറത്ത്. ദുരിത മേഖലയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ 3,389 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത് 2,76,00,000 രൂപയും ചെലവിട്ടെന്ന കണക്കുകൾ വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ, ഈ കണക്കുകൾ ഇപ്പോൾ നമുക്ക് ലഭ്യമായ കണക്ക് പറയുന്ന കഥ എന്താ? കാശ് ചെലവിട്ടത് വളണ്ടിയർമാർക്ക് വേണ്ടിയാണെന്നാണ് ഈ കണക്കുകൾ തെളിയിക്കുന്നത്. വളണ്ടിയർമാരുടെ ഗതാഗതത്തിന് മാത്രം 4 കോടി, ഭക്ഷണ ചെലവ് വളണ്ടിയർമാരുടെയും ട്രൂപ്പിന്റേതുമായിട്ട് 10 കോടി, 359 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത് 2,76,00,000. കണ്ടെടുത്ത മൃതദേഹങ്ങളുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു മൃതദേഹത്തിന് 75,000 രൂപ സംസ്കാര ചെലവ് മാത്രമായിട്ടുണ്ട് എന്നുള്ള കണക്കാണ് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഇതൊക്കെ തന്നെ ഹൈക്കോടതി നൽകിയ കണക്കനുസരിച്ച് ഹൈക്കോടതി ഈ സെപ്റ്റംബർ 6 പുറപ്പെടുവിച്ച ഉത്തരവിലാണ് കാര്യങ്ങളുള്ളത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വന്ന വോളണ്ടിയേഴ്സിന് യൂസർ കിറ്റായി നൽകിയ വകയിൽ ആകെ 2,98,00,000. അതായത് അതിനകത്ത് ഒരു 100 രൂപയുടെ ഒരു റെയിൻകോട്ട്, ഒരു കുട തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിനാണ് ഏഷ്യാനെറ്റിലെ തന്നെ പഴയ മുതിർന്ന മാധ്യമപ്രവർത്തക ശ്രീകല പറഞ്ഞ പോലെ വേറെ വല്ല പണിക്ക് പോകാൻ പറഞ്ഞാൽ വേറൊരു പണിയും അറിയില്ല എന്നുള്ളതാണ് സത്യം. ഇതൊക്കെ കേട്ട് ഒരു ഉളുപ്പില്ലാതെ മാറ്റി പറഞ്ഞ് ഇവിടെ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നത് നിങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. എന്തെങ്കിലും ആവട്ടെ, എന്തായാലും ഇതൊന്നും കേട്ടിരുന്നോളൂ, വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം. കൂടുതലൊന്നും പറയില്ല, കാരണം നിങ്ങളോടൊന്നും പറയേണ്ട കാര്യമില്ല എന്നുള്ള അറിയാം. വർഷങ്ങളായി പല പ്രകൃതി ദുരന്തങ്ങളിലും കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ച മെമ്മോറാണ്ടത്തിന്റെ മാതൃക ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാതൃക STMA മാതൃക പ്രകാരം തന്നെയാണ് ഇത്തവണയും മെമ്മോറാണ്ടം നൽകിയത്. പക്ഷേ മാധ്യമങ്ങൾ അത് കണക്കുകൾ പെരുപ്പിച്ചെന്ന നിലയിൽ നൽകിയപ്പോൾ അത് സംസ്ഥാനത്തിന് തന്നെ ദോഷകരമായ വരുന്ന രീതിയിലേക്ക്